ബഹിരാകാശത്ത് പുതിയ ചരിത്രമെഴുതി ആർടെമിസ് 2 ദൗത്യസംഘം നാളെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഒറൈൻ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള മനുഷ്യൻ്റെ ഭാവി യാത്രകൾക്കുള്ള ചവിട്ടുപടിയാണ് ആർടെമിസ് 2 പദ്ധതി ശാസ്ത്രലോകം കാണുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ കാട്ടുന്ന മറ്റൊരു വിസ്മയമാണ് നാളെ ലോകത്തിന് കാണാൻ പോകുന്നത്. അരനൂറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ സമീപത്തേക്ക് എത്തിച്ച ആർടെമിസ് 2 ദൗത്യം ബഹിരാകാശ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. ഇന്ത്യൻ സമയം ഏപ്രിൽ 2 പുലർച്ചെ 4:05 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന റോക്കറ്റിൽ ഉറപ്പിച്ച ഒറൈൻ പേടകത്തിൽ 4 സഞ്ചാരികളുടെ ചാന്ദ്ര ദൗത്യത്തിന് തുടക്കമായത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യസംഘത്തിലുണ്ടായിരുന്നത്. ആദ്യ 2 ദിവസം 2 വട്ടം ഭൂമിയെ വലം വെച്ച ശേഷമാണ് ഒറൈൻ പേടകം ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഏപ്രിൽ 6 രാത്രി 11:32 പേടകത്തിലെ സഞ്ചാരികൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യരെന്ന റെക്കോർഡ് നേടി. 1970 അപ്പോളോ 13 ദൗത്യത്തിന്റെ റെക്കോർഡാണ് മറികടന്നത്. ഏപ്രിൽ 7 പുലർച്ചെ 12:15 ആരംഭിച്ച ലൂണാർ ഫ്ലൈ ബൈ 7 മണിക്കൂറോളം നീണ്ടു. പുലർച്ചെ 4:14 പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ 40 മിനിറ്റ് സമയം പേടകവും ഭൂമിയുമായുള്ള സിഗ്നൽ ബന്ധം തടസ്സപ്പെട്ടു. പേടകം ചന്ദ്രനെ വലം വയ്ക്കാൻ ആരംഭിച്ചപ്പോൾ മറുപകുതിയിലെത്തിയപ്പോഴായിരുന്നു സിഗ്നൽ തടസ്സം. പുലർച്ചെ 4:32 ചന്ദ്രോപരിതലത്തിൽ നിന്നും ഏറ്റവും അടുത്ത് നിൽക്കുന്ന 6545 കിലോമീറ്ററിലേക്ക് പേടകമെത്തി. പുലർച്ചെ 53 മിനിറ്റ് സമയം നീണ്ടുനിന്ന സൂര്യഗ്രഹണത്തിനും പേടകത്തിലെ സഞ്ചാരികൾ സാക്ഷിയായി. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തമായ ഓറിയന്റിലെ ബേസ് അഥവാ ഗ്രാൻഡ് കനൈൻ ഇതാദ്യമായി സഞ്ചാരികൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതും യാത്രയിലെ അപൂർവ അനുഭവമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളവരുമായും യാത്രയിൽ സഞ്ചാരികൾ സംസാരിച്ചു. അപൂർവമായ നിരവധി ചിത്രങ്ങളാണ് യാത്രയിൽ സഞ്ചാരികൾ പകർത്തിയത്. ദൗത്യത്തിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യത്തെ വനിതയായി ക്രിസ്റ്റീന കോച്ചും ആദ്യത്തെ കറുത്ത വർഗക്കാരനായി വിക്ടർ ഗ്ലോവറും ആദ്യത്തെ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായി കനേഡിയനായ ജെറമി ഹാൻസനും മാറി. ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രോപരിതലത്തിലിറക്കുന്ന ആർടെമിസ് 4 ദൗത്യത്തിന് മുന്നോടിയായി ഒറയോൺ പേടകത്തിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും പരീക്ഷിക്കാനും ആർടെമിസ് 2 ദൗത്യത്തിനായി. യാത്രയിൽ 4 പേർക്കും കൂട്ടായി ഒരു 5-മനുമുണ്ടായിരുന്നു, റൈസ് എന്ന ചെറുപാവ. അതിനകത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്ത 56 ലക്ഷം മനുഷ്യരുടെ പേരടങ്ങിയ മെമ്മറി കാർഡും. 10 ദിവസം നീണ്ടുനിന്ന ഐതിഹാസിക യാത്രയ്ക്ക് ശേഷം നാളെ രാവിലെ 5:37 പസഫിക് സമുദ്രത്തിൽ പേടകം സുരക്ഷിതമായി ഇറങ്ങും. പേടകത്തെ ഹെലികോപ്റ്ററുകൾ വീണ്ടെടുത്ത് USS ജോൺ പി മുർത്ത എന്ന കപ്പലിലെത്തിക്കും. കപ്പലിൽ 4 ബഹിരാകാശ സഞ്ചാരികളെ വൈദ്യപരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം വിമാനത്തിൽ നാസയുടെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് എത്തിക്കുന്നതോടെ ദൗത്യം പൂർത്തിയാകും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.